കൊല്ലം ഭൂജല വകുപ്പ് ഓഫീസിലേക്ക് കുടങ്ങളുമായി ബി.ജെ.പി. പ്രവർത്തകരുടെ മാർച്ച്. നഗരമധ്യത്തിലെ ബോട്ട്കോ പമ്പ് ഹൗസിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. ഇവിടുത്തെ പമ്പ് ഹൗസിലെ കുഴൽക്കിണർ തകരാറിലായിട്ട് 9 മാസമായി. അല്ല, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന മൊത്തം ഫെയിലർ. അപ്പൊ നിങ്ങൾ തസ്തികരിക്കാൻ അടങ്ങാനല്ല, നിങ്ങളെ തസ്തികരിക്കാൻ അടങ്ങാനല്ല. കാരണം എന്താ ഞാൻ പറഞ്ഞത്, സാർ ഇപ്പൊ മെയിൽ റിട്ടയർഡ് ആകാൻ പോകുന്ന ആളല്ല ആണോ? ആണ് റിട്ടയർഡ് ആകാൻ പോകുന്ന ആളാണ്. അപ്പൊ സാറിന്റെ ജിജി തമ്പി എന്ന് പറഞ്ഞാൽ ആ ജില്ലാ ഓഫീസിൽ നിന്നാ വരാത്തത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങളെ സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ അല്ല സാറേ, അത് എല്ലാം വരണമെന്നല്ലേ പറയുന്നത്. വെള്ളമില്ല. മുൻ മേയർ പ്രസന്ന ഏണസ്റ്റ് പ്രതിനിധീകരിക്കുന്ന താമരക്കുളം ഡിവിഷനിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ പുതിയ കുഴൽക്കിണറിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. എന്നാൽ അശാസ്ത്രീയ നിർമ്മാണം മൂലം കുഴൽക്കിണർ തകരാറിലായി. പഴയ കുഴൽക്കിണറിൽ തന്നെ നിർമ്മാണം തുടങ്ങാനുള്ള കരാറുകാരുടെ ശ്രമത്തെ ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞിരുന്നു. പുതിയ കുഴൽക്കിണർ നിർമ്മിക്കണമെന്ന് കരാറുകാരനോടും ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറോടും ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ കരാറുകാരൻ ഇത് തള്ളിക്കളഞ്ഞു. ഇതേ തുടർന്ന് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറുടെ കാര്യാലയത്തിൽ കുടങ്ങളുമായി പ്രതിഷേധക്കാർ എത്തിയിരുന്നു. ജില്ലാ ഓഫീസർ ഇൻചാർജ് ശ്രീകുമാറിനെ തടഞ്ഞുവെക്കുകയും ജില്ലാ ഓഫീസറുടെ മുറിയിൽ നിന്ന് കുടത്തിൽ വെള്ളം ശേഖരിക്കുകയും ചെയ്തു. ഈ മാസം 15-ന് പുതിയ കുഴൽക്കിണറിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. 7 ദിവസത്തിനുള്ളിൽ കുഴൽക്കിണറിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പ്രതിഷേധക്കാർക്ക് ജില്ലാ ഓഫീസർ ഉറപ്പ് നൽകി. ക്ലിയർ ചെയ്തു. ഇതിന്റെ ഡെവലപ്പിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിന്റെ ക്ലേ ഇട്ടപ്പോ ചാക്കോടെയാണ് അതിന്റെ സൂപ്പർവൈസർ ആയിട്ടുള്ള പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി എടുത്തിട്ട്. അപ്പൊ ഞങ്ങളവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു ആ സൈഡിൽ ഇടുന്നത് ആ ക്ലേ ഇടുന്നില്ല, ക്ലേ ചാക്കില്ല, ക്ലേ വരുന്നത് ആ ചാക്കോടെ ഇട്ട്. അപ്പൊ ഞങ്ങള് ചോദിക്കുന്നത് അപ്പൊ അയാള് പറയാ ചാക്കോടെ ഇട്ടാൽ വന്ന് സീറ്റിംഗ് ആവും. നമുക്ക് അറിയുള്ളൂ. അല്ല, വേറെ കാര്യം സാറിപ്പം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. പൈപ്പ് ചരിഞ്ഞു പോയെന്ന് പറഞ്ഞല്ലോ. ഈ ചരിപ്പ് എങ്ങനെ ചരിഞ്ഞു? ഈ വെയിറ്റോടെ ഈ ചാക്കെടുത്തിട്ട് സ്വാഭാവികമായിട്ട് ചരിഞ്ഞു പോയി. ഒരു സൈഡിൽ സപ്പോർട്ടില്ല, ചരിഞ്ഞ സാറിന് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? തകരാറിലായ കുഴൽക്കിണറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതേ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം, ബി.ജെ.പി. ടൗൺ ഏരിയ പ്രസിഡന്റ് ശ്രീജാചന്ദ്രൻ, ചിത്ര, ബിജി രാജേഷ്, ഷീജ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.